പുനരധിവാസം വൈകുന്നതിൽ വയനാട്ടിൽ ദുരന്തബാധിതർ സമരമുഖത്ത് തുടരുകയാണ്. ദുരന്തബാധിതരുമായി UDF വയനാട് കളക്ടറേറ്റ് വളയും. ടി സിദ്ദിഖ് MLA നടത്തുന്ന രാപ്പകൽ സമരം രാവിലെ 7 മണിയോടെ അവസാനിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കളക്ടറേറ്റ് വളയൽ സമര പരിപാടികൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? പക്ഷേ ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് ഇത്തരത്തിൽ ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ ഒരു രാപ്പകൽ സമരം വയനാട്ടിൽ ആരംഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരോട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ എടുക്കുന്ന കാര്യത്തിൽ നേരത്തെ 10 സെൻറ്റ് ഭൂമി അവർക്ക് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് 5 എന്നുള്ളതിലേക്ക് ചുരുങ്ങി. എൽസൺ എസ്റ്റേറ്റിൽ പിന്നീട് വീട് നൽകുന്ന ആളുകൾക്ക് 7 സെൻറ്റ് വരെ ഭൂമിയാകാം എന്നുള്ള നിലപാടിലേക്കൊക്കെ സർക്കാർ എത്തി. പക്ഷേ ആ കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി ഒരു ഉത്തരവിറക്കാനോ ആ നിലപാടുകളിലേക്ക് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ടി സിദ്ദിഖ് MLA ഉൾപ്പെടെ UDF ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ദുരന്തബാധിതരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കളക്ടറേറ്റ് വളയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സമരമാർഗമായി UDF സ്വീകരിക്കുന്നത്. 7 മണിയോടുകൂടി ടി സിദ്ദിഖ് MLA നടത്തിയിരുന്ന രാപ്പകൽ സമരം അവസാനിക്കും. അതിനുശേഷമായിരിക്കും ഈ കളക്ടറേറ്റ് വളയുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുക. അതിൽ എന്ത് നിലപാട് സർക്കാർ അടിയന്തരമായി സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് അറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ സമരത്തിനോട് സ്വീകരിക്കുന്ന സമീപനം എന്തായിരിക്കുമെന്നുള്ളത് അറിയാനുണ്ട്. അവിടെ സിനോജ് തോമസ് നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട്. സിനോജിനോട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അറിയുന്നത് കളക്ടറേറ്റിൻ്റെ പരിസരത്തേക്ക് ഇതിനോടകം തന്നെ UDF പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും കളക്ടറേറ്റ് വളയുന്ന നടപടിയിലേക്ക് എത്തിയിട്ടില്ല. പോലീസിൻ്റെ കനത്ത സന്നാഹം ഇതിനോടകം വയനാട്ടിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റയിൽ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പുറത്തുനിന്ന് എത്തുന്ന കൂടുതൽ ആളുകൾക്ക് കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാനുള്ള കാര്യത്തിലൊക്കെ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത എന്തായാലും ഡെവലപ്പ് ചെയ്ത് വരും. ഒപ്പം തന്നെ മന്ത്രി കെ രാജൻ വയനാട്ടിൽ ഇന്ന് എത്തും എന്നുള്ള ചില വിവരങ്ങൾ PRDയിൽ നിന്നുൾപ്പെടെ ഉണ്ട്. അക്കാര്യത്തിൽ പക്ഷേ അന്തിമമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും മന്ത്രി കൂടി വരികയാണെങ്കിൽ സമരത്തിൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കോഴിക്കോട് NIT ഒന്ന് പോകാം അല്ലേ ദീപക്? പ്രത്യേകിച്ച് പ്രൗഡ് ഓഫ് ഗോഡ്സേ ഫോർ സേവിങ് ഇന്ത്യ എന്നാണ് ഷൈജ ആണ്ടവൻ ഒരു പോസ്റ്റിന് കമൻ്റ് ആയിട്ടത്. അവർക്കിപ്പോൾ സ്ഥാനക്കയറ്റമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നല്ലൊരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു KSUവിൻ്റെ ഒക്കെ. അപ്പോൾ ഇന്ന് കോൺഗ്രസും രാവിലെ 10 മണിക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ടല്ലേ ദീപക്? ഈ ഷൈജ ആണ്ടവൻ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ഈ ഗോഡ്സെ പ്രകീർത്തനം വന്ന ഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ തന്നെ ഒരു തരത്തിലും നടപടിയിലേക്ക് പോകാൻ NIT തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർക്കെതിരെ പോലീസിൽ പരാതി പോകുന്നു. ആ പരാതിയിൽ ഒരു FIR വരുന്നു. പിന്നീട് അന്വേഷണം നടക്കുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടിയിലേക്ക് ഉൾപ്പെടെ കുന്നമംഗലം പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നീട് വിചാരണയിലേക്കൊക്കെ കടക്കുന്നതിൽ വിലങ്ങുതടി വരികയും ആ സമയം തന്നെയാണ് ഷൈജ ആണ്ടവന് അവർക്ക് ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയിൽ പോലും അവർ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം. അങ്ങനെയുള്ള ഒരാൾ പിന്നീട് ഡീൻ ആയിക്കൊണ്ട് ചുമതല നൽകുന്ന സാഹചര്യം വന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ DYFIയും SFIയും KSUവും ഒക്കെ പ്രതിഷേധങ്ങൾ നടത്തി. ഇന്നലത്തെ KSUവിൻ്റെ സമരത്തെ പോലീസ് വളരെ കായികമായി തന്നെ നേരിടുന്നത് നമ്മൾ കണ്ടു. അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണിക്കാണ് NITയിലേക്ക് അത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം NITയുടെ വാർത്താ സമ്മേളനവും ഇന്നുണ്ട് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഈ കാര്യത്തിൽ ഉൾപ്പെടെ എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച വിശദീകരണം ഒരുപക്ഷെ NITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ സംസ്ഥാനത്തെ കക്ഷികൾ നടത്തിയിട്ടുള്ള സമരങ്ങളോടൊക്കെ തന്നെ വളരെ ഒരു പുച്ഛ മനോഭാവം തന്നെയാണ് NITയുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് തൊഴിൽ സമരങ്ങളോടാണെങ്കിൽ പോലും അത്തരം സമീപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസിൻ്റെ സമരം സ്വാഭാവികമായും അതല്പം ഒരു ശക്തി പ്രകടനം എന്നുള്ള നിലയിലേക്കൊക്കെ പോകും. പ്രത്യേകിച്ച് ഇന്നലെ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ് പശ്ചാത്തലത്തിൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ആ തരത്തിൽ ഒരു പ്രതിഷേധം NITക്ക് മുൻപിൽ വളരെ സജീവമായി ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് പൊതുവെ കാണാനും സാധിക്കുന്നത്.